കാഴ്ചയുടെ സുവിശേഷം അത് കാണുമ്പോൾ എനിക്ക് പല കാര്യങ്ങൾ തോന്നിയിരുന്നു. എല്ലാ പേജുകൾ വായിക്കാൻ സാധിച്ചിട്ടെങ്കിൽ കൂടി മനോരമ ബുക്സ് പബ്ലിഷ് ചെയ്ത ഈ പുസ്തകം ഇത് ഒരു സാധാരണ പുസ്തകമല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മഹാൻ വ്യക്തിയുടെ മനസ്സിൻ്റെ അകത്ത് നമ്മളെ കൊണ്ടുപോവുകയാണ്. ഈ പുസ്തകത്തിന് ഒരു സിനിമാറ്റിക് ഓട്ടോബയോഗ്രഫിയും കൂടി പറയാൻ സാധിക്കും. ഒരു ഈ സിനിമാ ലോകത്തിൻ്റെ ഒരു ആത്മകഥയായിട്ടാണ് ഞാനത് കാണുന്നത്. കാരണം പല വിധത്തിലും അദ്ദേഹത്തിൻ്റെ കാഴ്ച മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും കാണാൻ സാധിക്കും ഇതിൽ. അദ്ദേഹത്തിൻ്റെ അപ്രീസിയേഷൻ, സിനിമ, കല, ദി ആർട്ട് ഓഫ് സിനിമ, അത് ഇതിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഈ പുസ്തക വഴിക്ക് നമുക്ക് സിനിമയുടെ ചരിത്രവും സിനിമയുടെ ഓരോരോ ഇമ്പാക്ട്സും ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ വേർക്കിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ശരിക്കും ഈ പുസ്തകത്തിൻ്റെ കഥാപുരുഷൻ അദ്ദേഹം തന്നെയാണ്. അതാണ് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയത് നോക്കുമ്പോൾ. പല വിധത്തിലും അദ്ദേഹത്തിൻ്റെ ജീവിത കഥാനങ്ങൾ എല്ലാവരും അറിയപ്പെടുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഗാന്ധി ഗ്രാമത്തിൽ പഠിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് തന്നെ ആ റൂട്ടഡ്നെസ്, അദ്ദേഹത്തിൻ്റെ വേരുകൾ നമ്മുടെ ഗ്രാമദേശത്തെ ജീവിതത്തിൽ കൺഫേംഡായ പഠിപ്പ് ശേഷമാണ് അദ്ദേഹം FTI ആയി ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഫിലിം ഡയറക്ടറായി പഠിച്ചത്. നമ്മൾ FTIൻ്റെ എപ്പോഴും കുറിച്ച് കേൾക്കും, ഗാന്ധി ഗ്രാമത്തിൻ്റെ ആ പഠിപ്പിനെ കുറിച്ച് നമുക്ക് ഒരു പക്ഷേ അത്ര അറിവുണ്ടാവില്ലായിരിക്കും. അതെല്ലാം ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് ഇൻഫ്ലുവൻസും, അതിൻ്റെ അർത്ഥം ഈ റൂറൽ റൂട്ടഡ്നെസ് എന്ന് പറയാം, അതിൻ്റെ ഒപ്പം ഈ ട്രെയിൻഡ് സിനിമാറ്റിക് വിഷൻ, ഇത് രണ്ടും കൂടിയാണ് നമ്മളുടെ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാലത്ത് സിനിമ എന്ന് അദ്ദേഹത്തെ ഒരു ഡിസ്റ്റന്റ് ഡ്രീം ആയിരുന്നു, ഒരു ദൂരത്തെ സ്വപ്നമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ നമ്മൾ കാണാൻ സാധിക്കും, സിനിമ കണ്ടിട്ടും സിനിമ അപ്രീസിയേഷൻ ചെയ്തിട്ടും സിനിമ പഠിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ സ്വന്തം സിനിമാറ്റിക് ഭാഷ, സിനിമാറ്റിക് ലാംഗ്വേജ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തിരിക്കുന്നത്. പല വിധത്തിലും നമുക്കറിയാം, ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അപ്രീസിയേഷൻ, ചിലവർ നമ്മൾ കേൾക്കാത്ത പേരുകൾ നമുക്കിതിൽ വായിക്കാൻ സാധിക്കും. അവരുടെ എന്തായിരുന്നു അവരുടെ ഇമ്പാക്ട് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ മനസ്സിലും കരിയറിലും. ചില അദ്ദേഹത്തിൻ്റെ ഇഷ്ടം നമ്മൾ ഒരു പക്ഷെ മറന്നുപോയ ചില പഴയ കാലത്തിൻ്റെ ആക്ടേഴ്സും ആക്ട്രസസിനെ കുറിച്ചൊക്കെ അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞൊരു കല, ഇറ്റ്സ് ഓൺലി 130 വർഷം കൂടി ആയിട്ടില്ല സിനിമ ഇൻവെൻറ്റ് ചെയ്ത ശേഷം. അതിലത്തെ വലിയൊരു ഭാഗത്തിൽ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ പങ്കെടുത്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയൊരു കോൺട്രിബ്യൂഷനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ ഒരു വാചകം അടൂർജി പറഞ്ഞത്, സിനിമ ഈസ് ദ പോയട്രി ഓഫ് ദ വിസിബിൾ, എനിക്ക് എപ്പോഴും മനസ്സിൽ തട്ടിയതാണ്. ഞാൻ ആദ്യം അടൂർജീൻ്റെ ഒരു ഫിലിം ന്യൂയോർക്കിൽ ഒരു പ്രീമിയറിൽ പോയിട്ട് അവിടെ കണ്ടിട്ട് അദ്ദേഹത്തെ കുറിച്ച് അപ്രീസിയേഷൻ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോഴേ ആ വാചകം എൻ്റെ മനസ്സിലുണ്ടായിരുന്നതായിരുന്നു. സിനിമ ഈസ് ദ പോയട്രി ഓഫ് ദ വിസിബിൾ. കാണാൻ സാധിക്കുന്ന ഒരു കവിത പോലെയാണ് അദ്ദേഹം സിനിമയെ കാണുന്നത്. അപ്പം അങ്ങനെയാണ്. അത് മാത്രമല്ല, അദ്ദേഹം കഥ പറയും. എല്ലാ സിനിമയിലും അദ്ദേഹത്തിന് കഥയുടെ പ്രാധാന്യം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം മനുഷ്യൻ്റെ ആ എക്സിസ്റ്റൻസ്, വാട്ട്സ് ദ റൈറ്റ് വേർഡ് ഫോർ ദാറ്റ് ബേബി വിൽ ഫൈൻഡ് ദ റൈറ്റ് വൊക്കാബുലറി. എനിക്ക് സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് വാക്കുകളാണ് മനസ്സിൽ വരുന്നത്, ക്ഷമിക്കണം. പക്ഷെ ബേബി ഉണ്ടല്ലോ സംസാരിക്കാൻ. എന്തായാലും ആ ഹ്യൂമൻ എക്സിസ്റ്റൻസിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കാണിക്കാനാണ് സിനിമയുടെ ആവശ്യം. എന്തായാലും വേറൊരു പ്രത്യേകത ശ്രീ അടൂർ ഗോപാലകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ക്രീൻ പ്ലേസ് അപ്പം എഴുതിയത്. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ സ്ക്രീൻ പ്ലേ എഴുതിയ ശേഷമാണ് ഞാൻ ഫണ്ടിങ് കൂടി തരിക. അതിൻ്റെ അർത്ഥം ആ സിനിമ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് നോക്കിയിട്ടോ പ്രൊഡ്യൂസറെ കണ്ടിട്ടോ അങ്ങനെയൊന്നുമില്ല. ആദ്യം ഈ കഥ എങ്ങനെയാണ് അതിനെ ചെയ്യേണ്ടത് അതിനെ എഴുതിയ ശേഷം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിത അനുഭവങ്ങളെ അദ്ദേഹം ട്രാൻസ്മ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ സ്ക്രീൻ പ്ലേസിൽ. അദ്ദേഹത്തിന് സംഭവിച്ച കാര്യങ്ങൾ നേരിട്ട് കാണിക്കുകയല്ല, പക്ഷെ അദ്ദേഹം അനുഭവിച്ച വേദനകളും എമോഷൻസിനെയും ഒക്കെ അദ്ദേഹം ആർട്ടായി മാറ്റിയിട്ട് സ്ക്രീൻ പ്ലേ ചെയ്ത കാലത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും പ്രത്യേകിച്ചൊരു വലിയൊരു കാര്യമാണ് നമുക്ക് ഈ പുസ്തകത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഈ പുസ്തകത്തിൽ 30 ചാപ്റ്റർ ഉണ്ട്. ഏർലി മലയാളം സിനിമ മുതൽ പിന്നെ 50s വരെയുള്ള പ്രധാനപ്പെട്ട ഫിലിംസും ഡയറക്ടേഴ്സിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ അപ്രീസിയേഷൻ, അതിൽ എല്ലാവരെയും കാണും. ചാർലി ചാപ്ലിൻ, അദ്ദേഹത്തിൻ്റെ ഓരോരു പുൻസിലെയും ഒരു ടിയർ ഡ്രോപ്പിലും അദ്ദേഹം മനുഷ്യത്വത്തിൻ്റെ യൂണിവേഴ്സൽ ഭാഷ അദ്ദേഹത്തെ സിനിമയിൽ കാണിച്ചു എന്നാണ് അടൂർജി എഴുതുന്നത് ചാപ്ലിനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ സ്വന്തം അപ്രീസിയേഷൻ ഓരോരു എഴുത്തുകാരുടെ, അല്ലെങ്കിൽ പിന്നെ നിക്കോസ് കസൻസാക്കിസിൻ്റെ നോവൽ ക്രൈസ്റ്റ് റീക്രൂസിഫൈഡിൻ്റെ സ്ക്രീൻ പ്ലേ അടക്കം അദ്ദേഹം പ്രസന്റ് ചെയ്ത് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇറ്റാലിയൻ സിനിമ എനിക്ക് പ്രത്യേകിച്ച് തോന്നിയത്, ഞാൻ അടൂർജീൻ്റെ വർക്കിൽ ഫെലീനിയുടെ കൂടുതൽ കണ്ടിട്ടില്ല. കാരണം അദ്ദേഹം പറയുന്നു ഫെലീനി വലിയൊരു ഒരു ഒരു പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസ് ആണ്. 8.5 എന്ന് പറഞ്ഞ സിനിമയും പിന്നെ ഡോൾച്ചെ വീത്ത ഒക്കെ ഉണ്ടാക്കിയത് അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. അദ്ദേഹം 1-2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫെലീനിയുടെ ആ വിഷ്വൽ എക്സ്പെരിമെന്റ്സ് അത്ര അടൂർജി ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നാരറ്റീവ്സ് ആർ മച്ച് മോർ കോംപ്രിഹെൻസിബിൾ. ഫെലീനിയുടെ ഒരു ചെറിയൊരു സർറിയൽ ക്വാളിറ്റി ഉള്ളത് അത് ഞാൻ അടൂർ ഗോപാലകൃഷ്ണനിൽ കാണുന്നില്ല. പക്ഷേ ഐ പ്രിഫർ അടൂർജി ഇൻ ദാറ്റ് സെൻസ് ടു ഫെഡറിക്കോ ഫെലീനി. പക്ഷേ പിന്നെ ഈ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ മാത്രം രണ്ടുപേർക്കും ദേ അപ്രീഷിയേറ്റഡ്, അവർക്ക് വലിയ ഇമ്പോർട്ടൻസ് ആണ്. പ്ലസ് ഫെലീനിക്ക് ഹ്യൂമൻ ഇമോഷൻസിനെ കുറിച്ച് വലിയൊരു വിശ്വാസം ഉണ്ടാകുന്നൊരു വ്യക്തിയായ കാരണം. അപ്പോൾ എങ്ങനെയാണ് സിനിമയുടെ ഭാഷയിൽ, ഒരു റിച്ച് സിംബോളിക് ഭാഷയിൽ മനുഷ്യന്മാരുടെ അനുഭവങ്ങളും അവരുടെ എമോഷൻസും അവർ വിചാരിക്കുന്നതും ചിന്തിക്കുന്നതും ഫീൽ ചെയ്യണതും അതിനെ എങ്ങനെ സിനിമയിൽ കാണിക്കാൻ സാധിക്കുന്നത്, അതാണ് എനിക്ക് തോന്നുന്നു അടൂർജി ഫെലീനി എന്ന് പഠിച്ചിരിക്കുന്നത്. ഞാൻ അടൂർജി പുസ്തകം തരാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഡിസീക്കയെ കുറിച്ച്. വിക്ടോറിയ ഡിസീക്കയുടെ ബൈസിക്കിൾ തീഫും ഉംബെർട്ടോ ഡീനെ കുറിച്ച് പ്രത്യേകിച്ച് അടൂർജി എഴുതിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം ഡിസീക്കയെ കുറിച്ച് പറഞ്ഞത്, സാധാരണ മനുഷ്യന്മാരുടെ ഓരോരോ അനുഭവങ്ങളും സംഘർഷങ്ങളും ഡിസീക്കയ്ക്ക് കാണിക്കാൻ സാധിച്ചത് അത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ തട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ പല സാധാരണ വ്യക്തികളുടെ ഓർഡിനറി ലൈഫ്സിനെ ഒരു ആർട്ടാക്കാൻ സാധിച്ചത്, അതിൽ നമ്മൾക്കൊരു പക്ഷെ പറയാം ദി എംപത്തി ആൻഡ് ദി റിയലിസം that De Sica portrayed is also coming through in Adoorji's work. അപ്പോൾ പല വിധത്തിലും അടൂർജി കാണിക്കുന്നത് പിന്നെ ഒരു സിനിമ എന്ന് പറഞ്ഞൊരു കണ്ണാടിയാണ് മനുഷ്യൻ്റെ അനുഭവങ്ങൾ, മനുഷ്യൻ്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച്. അതിൻ്റെ ഒപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 50 വർഷക്കാലം പ്രവർത്തിച്ച വ്യക്തിക്ക് ആകെ 12 ഫീച്ചർ ഫിലിമും ചില ഡോക്യുമെന്ററീസ് മാത്രമേ ചൂണ്ടിക്കാണിക്കാം. അത് അദ്ദേഹത്തിൻ്റെ ആർട്ടിസ്റ്റിക് ഇൻറ്റഗ്രിറ്റിയുടെ ഒരു തെളിവും കൂടിയാണ്. കാരണം അടൂർജി ഒരിക്കൽ സത്യജിത് റേ പറഞ്ഞു, സത്യജിത് റേയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എല്ലാ വർഷവും ഒരു സിനിമ ഉണ്ടാക്കണം അടൂർജി എന്ന് സത്യജിത് റേ പറഞ്ഞു. അപ്പോൾ എല്ലാ വർഷവും സിനിമ ഉണ്ടാക്കാൻ തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം പറഞ്ഞു ഒരു മറുപടി കൊടുത്തിട്ടെങ്കിലും അദ്ദേഹം ഈ 50 വർഷത്തിൽ 12 ഫിലിം ഉണ്ടാക്കിയതാണ് കുറച്ചും കൂടി ടിപ്പിക്കൽ. അദ്ദേഹം ഒരു കഥ ആലോചിക്കും, അതിനെക്കുറിച്ച് ചിന്തിക്കും, അതിനെ എഴുതും. ചിലപ്പോൾ പ്രസിദ്ധപ്പെട്ട എഴുത്തുകാരുടെ കഥകളും കൂടി അദ്ദേഹം അതിനെ സ്ക്രീൻ പ്ലേ ആക്കി കഴിഞ്ഞാൽ ആ എഴുത്തുകാരൻ ഒരു പക്ഷേ അതിനെ റെക്കഗ്നൈസ് ചെയ്യില്ല. അത് ബഷീറായാലും ശരി, സക്കറിയായാലും ശരി, അവരുടെ കഥകളും ഒരു ഇൻസ്പിറേഷൻ പോയിന്റ്, ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആയി കഴിഞ്ഞിട്ടാണ് അടൂരി എഴുത്ത്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ അദ്ദേഹത്തിന് പിന്നെ ഹി ഈസ് നോട്ട് കൺഫൈൻഡ് ബൈ ദി ഒറിജിനൽ വർക്ക്, ഹിസ് ഓൺ വർക്ക് ഇസ് ഒറിജിനൽ. അങ്ങനെയാണ് അദ്ദേഹം ചെയ്തത്. ഒരു ഐഡിയ കിട്ടി, വിധേയൻ്റെ ഐഡിയോ അല്ലെങ്കിൽ മധുലകളുടെ ഐഡിയ കിട്ടിയ ഒരു എഴുത്തുകാരുടേന്ന്, ബാക്കിയെല്ലാം ക്രിയേറ്റീവ് ഇമാജിനേഷൻ നമ്മളുടെ അടൂർ ഗോപാലകൃഷ്ണൻ ഡയറക്ടറായിട്ടും സ്ക്രീൻ പ്ലേ റൈറ്ററായിട്ടും കൊണ്ടുവന്നതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഓരോരോ അവാർഡ്സിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ ആവശ്യമില്ല, നമ്മളെല്ലാവർക്കും അറിയാം. പത്മഭൂഷൺ, പത്മവിഭൂഷൺ, എത്ര ബെസ്റ്റ് ഡയറക്ടർ അവാർഡ്സ് എല്ലാം. പക്ഷെ എന്തൊക്കെയാണ് നമ്മൾ ഈ പുസ്തകം വായിച്ചിട്ട് അദ്ദേഹം ഇഷ്ടപ്പെട്ട സിനിമകൾ എന്താണെന്ന് കാണുമ്പോൾ എന്തായിരിക്കും നമ്മൾക്ക് അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പറയുകയാണെങ്കിൽ, എനിക്ക് 4-5 കാര്യങ്ങൾ കാണുന്നത്. അത് പറയുന്ന മുമ്പ് ഒന്നും കൂടി എനിക്ക് പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ജാപ്പനീസ് ഫിലിം മേക്കേഴ്സിനെ കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ കുറോസാവ, ഞാൻ ഫെലിനീസ് സർറിയലിസം ഇസ് നോട്ട് ദെയർ ഇൻ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ, അതുപോലെ തന്നെ കുറോസാവയുടെ ആ ഭയങ്കര എപ്പിക് സ്കെയിലും വലിയ
ക്യാൻവസസും അതും ഞാൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയിൽ അത്ര കണ്ടിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം കുരുസാവയെ മെൻഷൻ ചെയ്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടത് കുരുസാവയുടെ കഥ പറയാൻ, സ്റ്റോറി ടെല്ലിംഗ് പ്രോസസ് ആൻഡ് ഓഫ് കോഴ്സ് വിഷ്വൽ സ്റ്റൈൽ. പക്ഷെ വിഷ്വൽ സ്റ്റൈൽ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന എല്ലാ ഡയറക്ടേഴ്സും നല്ലൊരു വിഷ്വൽ സ്റ്റൈലുണ്ട്, അല്ലെങ്കിൽ സിനിമയല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു രഷോമോനും സെവൻ സമുറായും ഒക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തിച്ചിൽ. ബിക്കോസ് ഈ കുരുസാവ ഈ പവർഫുൾ നാരറ്റീവിനെ എടുത്തിട്ട്, കഥ എടുത്തിട്ട് അതിൻ്റെ ഒപ്പം സ്ട്രൈക്കിംഗ് വിഷ്വൽ വഴിക്കാണ് ഈ കഥ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സിനിമ കാണുന്നവർക്ക്. അപ്പോൾ അങ്ങനെ ആ സിനിമാറ്റിക് എക്സ്പീരിയൻസിന് ശരിക്ക് കൺവേ ചെയ്യുന്ന കുരുസാവ ആ വഴിക്ക് ഒരു കഥയും ജനങ്ങളുടെ മനസ്സിലെത്തുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഹ്യൂമൻ നേച്ചർ, മോറൽ ഡിലമാസ്, ഇതൊക്കെ അടൂരിക്കും പ്രാധാന്യമാണല്ലോ. എന്തൊക്കെയാണ് മോറൽ വിഷയങ്ങൾ, എങ്ങനെയാണ് ചില തീരുമാനങ്ങൾ എടുക്കാത്തത്, എങ്ങനെയാണ് ചില മനുഷ്യർ, എന്തുകൊണ്ടാണ് ചിലവർ ചില കാര്യങ്ങൾ ചെയ്യുന്നത്, അപ്പോൾ അവരുടെ അനുഭവവും അവരുടെ ഹ്യൂമൻ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം അദ്ദേഹത്തെ പല സിനിമയിലും കാണാൻ സാധിക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ശരിക്കും കുരോസാവയാണ് പല വിധത്തിൽ ആ ഹ്യൂമൻ എമോഷൻസിന്റെ കോംപ്ലക്സിറ്റി മനസ്സിലാക്കാൻ സിനിമയിൽ ആദ്യം കാണിച്ചു കൊടുത്തതാണ്. പക്ഷെ അതിനെക്കാട്ട് കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കുന്നത് വേറൊരു ജാപ്പനീസ് ഫിൽം മേക്കറിൻ്റെയാണ്. അത് യസുജീറോ ഓസു. ഈ ഓസു എന്ന് പറഞ്ഞ വ്യക്തി കുരോസാവയുടെ അത്ര നല്ല വെൽ നോൺ അല്ല ഔട്ട്സൈഡ് സിനിമാറ്റിക് സെക്ടർ. നിങ്ങളൊക്കെ എക്സ്പെർട്സ് ആണെങ്കിൽ അദ്ദേഹത്തെ പേര് കേട്ടിട്ടുണ്ടാവും. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നില്ല. അടൂർജി അദ്ദേഹത്തിന് വലിയ റെസ്പെക്ട് കൊടുക്കുന്നു. ഒന്നാം കാര്യം, ഇത് ഓസു ആയാലും ശരി, ആ ഫ്രഞ്ച് ഫിൽം മേക്കർ റോബേ റസോ ആയാലും ശരി, രണ്ടാളുടെ നിന്നും ഒരു മിനിമലിസത്തിന് വലിയ ബഹുമാനമുണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ. മിനിമൽ, അല്ല കൂടുതൽ കാണിക്കേണ്ട, കൂടുതൽ കാണിച്ചു കൂട്ടണ്ട. അടൂർജി വേറെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു തിയേറ്റർ പെർഫോമർ ഒരു ഓഡിയൻസിന് വേണ്ടി പെർഫോം ചെയ്യണം, പക്ഷെ ഒരു സിനിമ ആക്ടറിന് കൂടുതൽ ചെയ്യരുത്. ഞാനാണ് ഓഡിയൻസ്, ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി, അതിനേക്കാൾ കൂടുതൽ അതീതമായി പോണ്ട എന്നാണ് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പം അതുപോലെ ഈ ഓസു എന്ത് ചെയ്ത് മിനിമൽ അപ്രോച്ചായിരുന്നു. അങ്ങനെ മനുഷ്യന്മാരുടെ ഇടയിലുള്ള ഇന്ററാക്ഷൻസും അവരുടെ പെരുമാറ്റത്തിനെ കുറിച്ച് നമ്മൾ അവരെ അടുത്ത് കണ്ടിട്ട് മനസ്സിലാക്കണ പോലെ രീതിയിലാണ് ഓസു കാണിച്ചത്. അതാണ് അടൂർ ഗോപാലകൃഷ്ണൻ കൂടി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ സാധാരണക്കാരുടെ ജീവിതങ്ങൾ കാണിക്കുക, അതും ഓസുവിൻ്റെ ഒരു സ്ട്രെങ്ത് ആയിരുന്നു. അതിൻ്റെ ഒപ്പം ക്യാമറ കൂടുതൽ ഇളകില്ല ഓസുവിൻ്റെ ഫിലിമിൽ, അൺലൈക്ക് കുരോസാവ. ഓസു ഭയങ്കര കെയർഫുൾ ഫ്രെയിം കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ക്യാമറ അവിടെ തന്നെ നിൽക്കും. ചിലർ പറഞ്ഞിട്ട് ഒരു ക്രിറ്റിസിസമാണ് പറഞ്ഞിട്ട് ഹിസ് ക്യാമറ ഇസ് സ്റ്റാറ്റിക്. പക്ഷെ അത് അടൂർ ഗോപാലകൃഷ്ണൻ ഇഷ്ടപ്പെട്ടു. ഒരു ഫ്രെയിമിൻ്റെ അകത്ത്, നിങ്ങൾ എലിപ്പത്തായത്തിന് തുടക്കം ഓർമ്മയുണ്ടല്ലോ, ഒരൊറ്റ ഫ്രെയിം, ക്യാമറ ഇളകണേയില്ല, എന്താ ആ ഒരു ഭാഗത്ത് മറ്റേ ഭാഗത്ത് ഫ്രെയിം നടക്കുന്നത് അത് കാണാൻ സാധിക്കുന്ന ഒരു ഭംഗി. ഇത് അദ്ദേഹം പറയണത് ഓസു ഒരു മിനിമൽ മൂവ്മെന്റ് കൊണ്ട് മാക്സിമം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഫിൽം മേക്കറായിരുന്നു. അതിൻ്റെ ഒപ്പം ഒരു നാരറ്റീവ് സിംപ്ലിസിറ്റി, ഒരു കഥകളുണ്ട്, കഥകൾ അടൂർ ഗോപാലകൃഷ്ണൻ എപ്പോഴും പ്രാധാന്യമാണ്. പക്ഷെ ആ കഥകളുടെ എമോഷണൽ കോംപ്ലക്സിറ്റി, കഥ ഒരു റിച്ച് കഥയായിരിക്കാം, നല്ലൊരു ഒരു എവല്യൂഷൻ ഉണ്ടാവും, ഓഡിയൻസ് ഹുക്ഡ് ആയിരിക്കാം, പക്ഷെ അതിനൊപ്പം ഒരു ഇമോഷണൽ കോംപ്ലക്സിറ്റിയും കൂടി കാണണം. അതിൽ മനുഷ്യന്മാരുടെ ഇന്റർ റിലേഷൻഷിപ്പ് നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ എല്ലാ സിനിമയിലും കാണാൻ സാധിക്കുന്നത്, അതും ഓസുവിൻ്റെ ഒരു പ്രത്യേകിച്ച് ഒരു സ്ട്രെങ്ത് ആയിരുന്നു. അതിൻ്റെ ഒപ്പം ഓഫ് കോഴ്സ് ജാപ്പനീസ് കൾച്ചർ ആൻഡ് സൊസൈറ്റീൻ്റെ ഒരു ഒത്തൻറ്റിസിറ്റി ഓസുവിൻ്റെ സിനിമയിൽ കാണുന്നത്, അത് വേറെ ഒരു ഫിൽം മേക്കർ അതുപോലെ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കൂടി കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ചിലവർ കാണുന്നു ആ ഓസുവിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ടായിരിക്കുമോ അടൂർ ഗോപാലകൃഷ്ണൻജീൻ്റെ സിനിമകൾ അത്രത്തോളം കേരളത്തിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ കൾച്ചറൽ മിലിയുവിലൊരു ആങ്കേർഡ് ആയിരിക്കും. അത് എനിക്ക് തോന്നുന്നു അത് ശരിയാണ്. അദ്ദേഹം ഇന്ത്യൻ ഫിൽം മേക്കേഴ്സിനെ കുറിച്ച് എഴുതുമ്പോൾ 3 പേരാണ് പറയുന്നത് പ്രത്യേകിച്ച്. സത്യജിത് റായ്, അത് നമ്മളെല്ലാവർക്കും അറിയാം. മൃണാൽ സെൻ, പലരും കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സിനിമ. എന്നിട്ട് ഋത്വിക് ഘട്ടക് ബംഗാളി സിനിമ അറിയുന്നവരെ പ്രത്യേകിച്ച് അഡ്മയർ ചെയ്യുന്ന ആകെ 2-3 പ്രധാനപ്പെട്ട സിനിമയുള്ളൂ. അദ്ദേഹം അൺഫോർച്ചുനേറ്റ്ലി ഒരു ആൽക്കഹോളിൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ട് കുറച്ച് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി ഭയങ്കര ചുരുങ്ങിപ്പോയി. പക്ഷേ ഋത്വിക് ഘട്ടക്കിൻ്റെ ആ 2-3 ഫിലിം, പ്രത്യേകിച്ച് മേഘ രാഹ താര, അത്
ആൾക്കാർ പ്രത്യേകിച്ച് പറഞ്ഞൊരു മാസ്റ്റർ പീസായിട്ട് കാണണം. ഇതെല്ലാം അടൂർ ഗോപാലകൃഷ്ണൻ കണ്ടിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതുപോലെ നമ്മളുടെ കേരളത്തിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ കൾച്ചറൽ റൂട്ടഡ്നെസ്, ആ വേരുകൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമയിലും കാണാൻ സാധിക്കാം. അതിൻ്റെ ഒപ്പം പല വലിയ വലിയ തീംസും വരുന്നുണ്ട്. ദ സൈക്കോളജി ഓഫ് പവർ, ദ നേച്ചർ ഓഫ് ഒപ്രഷൻ, പിന്നെ ഈ മോഡേണൈസേഷനും അതിൻ്റെ ഒപ്പം പല ട്രഡീഷണൽ പ്രാക്ടീസസ് രണ്ടും കൂടി എങ്ങനെയാണ് കേരളത്തിൽ ഇരിക്കുന്നത്, അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതിൽ ചിലത് പറയാം യൂറോപ്യൻ ന്യൂ റിയലിസത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ശരിക്കും ഇതൊരു അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു ഇന്ത്യൻ ന്യൂ റിയലിസം ആയാണ് വന്നിരിക്കുന്നത്. ഈ റിയലിസം ആൻഡ് മിനിമലിസം ഇതിൽ യൂറോപ്പിലും പ്രസിഡൻസ് കാണാൻ സാധിക്കുകയാണെങ്കിലും ഇന്ത്യൻ സിനിമാറ്റിക് ഭാഷയിൽ ആദ്യം കൊണ്ടുവന്നത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ആണെന്ന് ഒരു സംശയവുമില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പല വിധത്തിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ. ഒരുമാതിരി ചെറുപ്പത്തിൽ ഒരു 60 വയസ്സാകുമ്പോഴേക്കും, 60-ന് മുമ്പാണ് തോന്നുന്നു അദ്ദേഹത്തിന് ദാദാസാഹേബ് ഫൽക്കെ അവാർഡ് കിട്ടിയത്, ലൈഫ് ടൈം അച്ചീവ്മെന്റ്. അത് സാധാരണ പലർക്കും അവർ 80s വരെ കാത്തിരിക്കും ആ അവാർഡ് കിട്ടാൻ. പക്ഷേ അദ്ദേഹത്തിന് കൊടുത്തത് ബിക്കോസ് ഓൾറെഡി ബൈ ദെൻ ഹി ഹാഡ് മെയ്ഡ് സച്ച് എൻ ഇമ്പാക്ട് ഓൺ ദ നേച്ചർ ഓഫ് ഇന്ത്യൻ സിനിമ. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പേഴ്സണൽ ഇൻറ്റഗ്രിറ്റിയെ കുറിച്ച് ഞാൻ സംസാരിച്ചു, അദ്ദേഹത്തിൻ്റെ ഈ കൾച്ചറൽ റൂട്ടഡ്നെസ്സിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. അതിൻ്റെ ഒപ്പം ഐ വുഡ് സേ ദാറ്റ് ആസ് എ സ്റ്റോറി ടെല്ലർ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ആൻ ഇക്വലന്റ്. ഇൻ സം വേസ് ഈ സ്വയംവരം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ആദ്യം ഡിസ്ട്രിബ്യൂട്ടർ കിട്ടാനൊക്കെ വലിയ പാടായി. ആരാണ് ഇങ്ങനെ സിനിമ കാണാൻ പോകണം? ആരോ അദ്ദേഹത്തെ ഉപദേശിച്ചു അത്ര നിങ്ങൾ കുറച്ച് പാട്ടൊക്കെ ചേർത്തും അടൂർ ഭാഷയ്ക്ക് ഒരു റോൾ കൊടുക്കും, അപ്പോൾ ആൾക്കാർ ഈ സിനിമ കാണും. അദ്ദേഹം അതിനെയൊക്കെ മാറ്റി വെച്ചിട്ട് ഹി സ്റ്റക്ക് ടു ഹിസ് ആർട്ടിസ്റ്റിക് ഇൻറ്റഗ്രിറ്റി. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൂടി ഇന്ത്യയുടെ ചരിത്രം, ഇന്ത്യയുടെ സിനിമാറ്റിക് ചരിത്രമല്ല, ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വയംവരം ആസ് എ ബ്രേക്ക് ത്രൂ ഇൻ ദ ഡിപിക്ഷൻ ഓഫ് സിനിമ ഇൻ ഇന്ത്യ ഇപ്പോൾ കൂടി ആൾക്കാർ പറയാറുണ്ട്. അപ്പം ഇങ്ങനെ ഒരു മഹാൻ വ്യക്തിയുടെ പുസ്തകം ഈ പിന്നെ സിനിമയുടെ ചരിത്രത്തെക്കുറിച്ചും നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോരു അനുഭവങ്ങളും സാധാരണ മനുഷ്യന്മാരെ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് എഴുതി നമുക്ക് കാണിച്ചു തന്ന ശ്രീ അടൂർ പ്രകാശിൻ്റെ ഈ കാഴ്ചയുടെ സുവിശേഷം നമുക്ക് നൽകിയത് വലിയൊരു സംഭാവനയാണ്. ഐ ഹാവ് നോ ഡൗട്ട് ഇത് സിനിമ സ്റ്റുഡൻസും വായിക്കും, പക്ഷേ സിനിമ പ്രൊഫഷണലി പഠിക്കാത്തവരും കൂടി വായിച്ചാൽ നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞ ചൂണ്ടിക്കാണിച്ച ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് കണ്ട് മനസ്സിലാക്കാൻ ഒരു ഭാഗ്യമുണ്ടാകും. ഒരിക്കലും കൂടി എൻ്റെ വാമസ്റ്റ് കൺഗ്രാറ്റുലേഷൻസ് ടു ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ. ഇറ്റ്സ് സച്ച് എ പ്രിവിലേജ് ടു ലോഞ്ച് ദിസ് ബുക്ക്. എന്നിട്ട് പിന്നെ നിങ്ങളെല്ലാവരും പുസ്തകത്തിൽ കൂടി അപ്രീഷിയേറ്റ് വായിച്ചുകൊണ്ടിരിക്കട്ടെ. ഇത് ഒരു ക്ലാസിക്കായിട്ട് മാറിപ്പോകാൻ പോകണ എല്ലാ ഫിലിം ആൻഡ് ടെലിവിഷൻ ലൈബ്രറീസിലൊക്കെ കാണാൻ പോവുകയാണ്. അത് മാത്രമല്ല ജനങ്ങളും വായിച്ചിട്ട് അതിനെ അപ്രീഷിയേഷൻ ചെയ്യട്ടെ. എന്നിട്ട് ഈ മഹാൻ വ്യക്തിയുടെ സ്വന്തം വർക്കിനെ മനസ്സിലാക്കാൻ കൂടി ഒരു എക്സ്ട്രാ ക്ലൂ ആയിട്ട് എടുക്കട്ടെ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കട്ടെ. എല്ലാ ആശംസയോടെ ബെസ്റ്റ് ഓഫ് വിഷസ് ഫോർ ദിസ്.